ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം വളരെ പരിക്കനും കർക്കശക്കാരനുമായിട്ട് എല്ലാവരും പറയാറ്. പക്ഷെ വളരെ ഹൃദ്യമായി അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഇടപെടാനും വർത്തമാനം പറയാനും എനിക്ക് പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം തന്നെ എന്നെ വിളിച്ച് ദീർഘസമയം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഇടതുപക്ഷം അങ്ങനെ ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാട് സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതായിട്ട്, അങ്ങനെ ഒരു അകലം അവർ സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വന്യജീവി സംഘർഷത്തിന്റെ വിഷയത്തിൽ പിതാവ് ഉന്നയിച്ച കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അംഗീകരിക്കുക അങ്ങനെ ഉണ്ടായില്ലേ? അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് പലതും ആ ബില്ലിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാനത് പല വേദികളിലും മുഖ്യമന്ത്രിയെ അതിൻ്റെ പേരിൽ പരസ്യമായി പിന്തുണച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഈ പള്ളിയോടും പട്ടക്കാരോടും കുറച്ചുകൂടി ഒരു വിധേയത്വം UDF-നാണ് LDF-നേക്കാളും എന്ന് തോന്നിയിട്ടില്ലേ? വിധേയത്വം എന്ന് പറയാൻ ഞങ്ങൾ അവരെ ഭരിക്കാൻ പോകുന്നില്ല. അവരിൽ നിന്ന് ഞങ്ങൾ വഴിവിട്ടൊന്നും നേടാനും പോകുന്നില്ല. അവർ കുറെ കൂടി ഇപ്പം ഞങ്ങളെ വന്ന് കാണുകയും സംസാരിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പണ്ട് UDF അംഗങ്ങൾ. LDF-കാർ പണ്ട് അങ്ങനെ വരികയില്ലായിരുന്നു. പക്ഷേ LDF-കാർ ഇപ്പം UDF-നേക്കാളും കൂടുതൽ ഹൃദ്യമായ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ശ്രദ്ധ കൊടുക്കുന്നു. ഇപ്പോൾ തലശ്ശേരി MLA ആണ് ഷംസീർ, നമ്മുടെ സ്പീക്കറാണ്. അദ്ദേഹം മിക്കവാറും ബിഷപ്സ് ഹൗസിൽ വരാറുണ്ട്. തലശ്ശേരി ഞാനായിരിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ ബിഷപ്പ് ഹൗസിലെ ഒരു അംഗമാണ്, ഇവിടുത്തെ റേഷൻ കാർഡിൽ എൻ്റെ കൂടെ പേര് ചേർക്കണമെന്ന് പറയാറ്. അത് ഒരു ഹൃദ്യമായ ബന്ധം. അത് എനിക്ക് തോന്നുന്നു അത് മുന്നണികളുടെ പ്രശ്നമല്ല. ബന്ധങ്ങൾ വളർത്താനും സൂക്ഷിക്കാനും നേതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. കാലാകാലങ്ങളായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസ് UDF-ൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു ലോയൽ വോട്ട് ബാങ്ക് ആയിരുന്നു. അതിനൊരു മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ല. കാരണം അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ. അതായത് അത് തന്നെയാണ് എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ ആശയത്തെ സമർത്ഥിക്കുന്നത്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും അവിടെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അല്ലാണ്ട് ഞങ്ങളെല്ലാവരോടും ഒരാളെ പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിക്കുന്ന ആ രീതി, ഒരാൾക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി, അത് കാലഹരണപ്പെട്ട ഒരു രീതിയാണ്. ആ ഒരു രീതിയിലല്ല, വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിയുന്നുണ്ട്. അവരതനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. പലതും വളരെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള സമുദായങ്ങൾ, ചില മുന്നണിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ വോട്ടാണ്. പലപ്പോഴും അതിൻ്റെ ആ ഒരു കാറ്റ് എങ്ങോട്ട് വീശണം എന്ന് തീരുമാനിക്കുന്നതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അതുകൊണ്ട് വളരെ ഡിസൈസീവായൊരു റോള് കേരള പൊളിറ്റിക്സിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മുതലെടുക്കാനോ അതിനെ ഏതെങ്കിലും ദിശയിലേക്ക് രൂപീകരിച്ചു കൊണ്ടുവരാനോ ഞങ്ങൾ ബോധപൂർവം ശ്രമിക്കാറില്ല. മറിച്ച് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ വിലയിരുത്തണം എന്ന് മാത്രമാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും കൊടുക്കുന്ന മാർഗനിർദ്ദേശം. അപ്പോൾ അതായത് ആരുടെയും ഫിക്സഡ് വോട്ട് ബാങ്ക് അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിതാവ് ആദ്യം പറഞ്ഞു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ആലോചിച്ച് കാര്യങ്ങൾ പഠിച്ചാണ് ഇത്തവണ LST ഇലക്ഷന് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതേപോലെ ഒരു നിലപാടായിരിക്കും അസംബ്ലി ഇലക്ഷനും പ്രതീക്ഷിക്കേണ്ടത്? ഇതേ റിസൾട്ട് അസംബ്ലി ഇലക്ഷനിൽ വരുമോ ഇല്ലയോ എന്ന് ഞാൻ പ്രവചിക്കാൻ ആളല്ല. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൻ്റേത് മാറ്റമില്ലാത്ത ഒരു നിലപാടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഈ വരുന്ന 3-4 മാസം കൊണ്ട് ഡ്രാസ്റ്റിക്കായിട്ട് മാറിപ്പോകും എന്ന് ഞാൻ ചിന്തിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. ആദ്യം നമ്മൾ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉയർച്ചയും. ഈ രണ്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ ജനാധിപത്യത്തിൽ എണ്ണമാണ് പ്രധാനപ്പെട്ടത്.
ആ എണ്ണം ക്രിസ്ത്യൻ സമുദായത്തിൽ കുറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ അത് ക്രമാതീതമായിട്ടൊന്നും കൂടിയിട്ടൊന്നുമില്ല, പക്ഷേ താരതമ്യേന ആ സമൂഹത്തിൽ അത് കൂടിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാ വോട്ടിനും തുല്യ മൂല്യമാണ്. ആളെണ്ണത്തിനാണ് ജനാധിപത്യത്തിൽ വിലയുള്ളത്. എവിടെയാണോ വോട്ടെണ്ണം കൂടുതലുള്ളത് അവരുടെ പൊളിറ്റിക്കൽ വാല്യൂ വർദ്ധിക്കും. എവിടെയാണോ അത് കുറയുന്നത് അത് കുറയും. അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അതിനെ നമ്മൾ അസൂയയോടെ നോക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ വാല്യൂ വരണമെങ്കിൽ പക്ഷേ ഒന്നിച്ചിരിക്കണ്ടേ? അത് പ്രധാനപ്പെട്ടതാണ്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പലതായി ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ്സുകളുടെ വിഭജനം, അതെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രത്തിൽ ഇവർ പെട്ടുപോയതാണ്. ആ പ്രതിസന്ധി ഇപ്പം നേരത്തെ മാണി ഈ ഗ്രൂപ്പിനെ UDF നിന്ന് പിരിച്ചുവിടുന്നത്, അതിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലായി. എത്രയോ നെയ്വായൊരു കാര്യമാണ്. ഒരു ജില്ലാ പ്രസിഡൻറ്റിൻ്റെ അവസാനത്തെ 3 മാസത്തെ ഭരണം നിസ്സാര ഒരു കാര്യം പറഞ്ഞാണ് ഒരു മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ് സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ എന്നാൽ അത് ഉൾക്കൊള്ളാനോ ഇതിനപ്പുറത്തേക്ക് നീണ്ടതാണ് നമ്മുടെ ബന്ധങ്ങളെന്ന് തിരിച്ചറിയാനോ മറുപക്ഷത്തും കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ ഇതിനകത്ത് ഇടകലർന്ന് വരുന്നത് കൊണ്ട് പൊളിറ്റിക്കലി യൂണിഫൈഡ് ആകാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ഇപ്പം മുസ്ലിം സമുദായത്തിലെ പോലെ പൊളിറ്റിക്കലി യൂണിഫൈഡായ ഒരു തോട്ട് പാറ്റേൺ ഒന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലില്ല. അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് ഈ നമ്മളെ ആരും ഒരു ശത്രുപക്ഷത്തേക്ക് കരുതുന്നില്ല. നമ്മൾ LDFകാർക്കും UDFകാർക്കും ഒരുപോലെ ആക്സസിബിളായ ഒരു കമ്മ്യൂണിറ്റിയായി. ഇപ്പം BJPക്കാർക്കും നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ അലീജിയൻസിൽ പെട്ടവരായിരുന്നേ അത് നടക്കുകയില്ല. അതാണ് അതിൻ്റെ ഗുണകരമായത്. ഇവർ എല്ലാവർക്കും സമീപിക്കാവുന്നൊരു സമൂഹം, ആർക്കും പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലാത്തൊരു സമൂഹമായി നിലകൊള്ളാൻ പറ്റും. ദോഷം എന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായി മാറാത്തതിൻ്റെ ദോഷമെന്ന് പറയും. അതെ, കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം സമുദായമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. കേരളം ആര് ഭരിക്കണമെന്ന് മുസ്ലിം സമുദായം ഇപ്പോൾ തീരുമാനിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇവിടെ ഭൂരിപക്ഷം ഹൈന്ദവ സമുദായമാണ്. അവർ ഹൈന്ദവ സമുദായം അങ്ങനെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെയാണ് ഹൈന്ദവ സമുദായം അങ്ങനെ പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയതല്ല. കാര്യം BJP പോലെയുള്ള ഒരു വലിയ പാർട്ടി അവർക്കുണ്ട് എങ്കിലും കേരളത്തിലെ ആളുകൾ അങ്ങനെ മതപരമായി പൊളിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതാണ്. അത് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൽ പണ്ട് CPMൻ്റെ നേതാക്കൾ പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ കേട്ടു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, മുസ്ലിം ലീഗിലുള്ളതിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ CPMലുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. എല്ലാ സമുദായത്തിലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പുണ്യമാണ്. അത്തരം നന്മകൾ ഈ സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പേരാണ് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ഇപ്പം സഭയുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? അതായത് ഈ പ്രണയത്തെ ഒരു ചതിക്കുഴിയായി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഇതര മതസ്ഥരെ ഇടകലർന്ന് ജീവിക്കുന്നൊരു സമൂഹത്തിൽ ഒന്നിച്ച് പഠിച്ചവർ തമ്മിൽ മതത്തിനതീതമായ പ്രണയങ്ങളുണ്ടാകും. അവരുടെ വിവാഹത്തെ സഭ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സഭയ്ക്ക് ഒരു ക്രമം തന്നെയുണ്ട്. ഈ ജീവിത പങ്കാളി ഇതര മതവിഭാഗത്തിൽപ്പെട്ടയാളാണ് എങ്കിൽ അവരുടെ വിവാഹം ഇൻ്റർകാസ്റ്റ് മാര്യേജ് ക്രമം തന്നെ സഭയിലുണ്ട്. സഭ ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. സഭയ്ക്ക് അതിനോടല്ല യോജിപ്പ്. മറിച്ച് ഈ പ്രണയവും സ്നേഹവുമൊക്കെ ചതിയായി ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും അവരെ
മറ്റ് മയക്കുമരുന്നിൻ്റെ കാരിയേഴ്സായി മാറ്റുകയും അല്ലെങ്കിൽ 1-2 പിള്ളേർ ജനിച്ചു കഴിയുമ്പോൾ അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള അത് ഒരു സമുദായത്തിൻ്റെ പ്രശ്നമായിട്ടൊന്നും ഞങ്ങളാരും അതിനെ കരുതുന്നില്ല. അതേസമയം ചില സമുദായത്തിലെ ചില പ്രത്യേക ഐഡിയോളജിയും കൊണ്ട് നടക്കുന്ന ചില തീവ്രവാദ നിലപാടുകാർ ഈ പ്രണയത്തെ ഇതര മതങ്ങളെ തകർക്കാനും തളർത്താനുമുള്ള വഴിയായി കരുതുന്നു എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് നിമിത്തമാകുന്നത് ഇത്തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതേസമയം ജിഹാദ് എന്ന വാക്കുപയോഗിക്കുമ്പോൾ അത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സേക്രഡായൊരു പദമാണ് എന്ന് അവരുടെ തന്നെ നേതാക്കൾ ഞങ്ങളോട് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സാമൂഹിക പ്രശ്നം അത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ അവകാശമുണ്ട്. അതേസമയം അതിന് നിങ്ങൾ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഞങ്ങളെ ഊണ്ടി ചെയ്യുന്നൊരു വാക്കാണ്. വി റെസ്പെക്റ്റ് ഇറ്റ്. അത് അവരെ മതപരമായ ഏതെങ്കിലും വിധത്തിൽ വ്രണപ്പെടുത്താൻ ഞങ്ങൾ പറയുന്നൊരു കാര്യവും അല്ലത്. ഈ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒരു ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കാൻ അത് അവർക്ക് വിഷമമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ കേരളത്തിൽ സഭ ആ വാക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ഒരു സോഷ്യൽ പ്രോബ്ലമായി തന്നെ ഞങ്ങൾ കരുതുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നു.